ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. പ്ലസ് ടുക്കാരുടെ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട്. എന്താണ് ക്രിസ്മസ് എക്സാമിന് ഇപ്രാവശ്യം ഇത്ര ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത്? നമുക്കറിയാം, നമ്മളെല്ലാവരും വിചാരിച്ച അല്ലെങ്കിൽ നമ്മളൊക്കെ ഭയത്തോടു കൂടി കണ്ട സംഭവമാണ് ഒരു ദിവസം 2 എക്സാം വെച്ച് വരോ, അല്ല എന്നുണ്ടെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞിട്ട് പകുതി എക്സാമും വെക്കേഷന് മുമ്പ് പകുതി എക്സാമും, ഇങ്ങനെയൊക്കെ ആകെ സംശയങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സബ്ജക്റ്റ് ക്രിസ്മസ് എക്സാം വെക്കേഷന് ശേഷം വരുന്നുണ്ട്. ഒരു എക്സാം മാത്രം. അത് ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ ക്രിസ്മസിന്റെ ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് തരാനുള്ള നോക്കാം. നമുക്ക് ഡിസംബർ 15-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോഗ്രഫി, അക്കൗണ്ടൻസി. അപ്പോൾ ജോഗ്രഫി ഹ്യൂമാനിറ്റീസുകാർക്ക് ചില ആളുകൾക്ക് ജോഗ്രഫി ഉണ്ടായിരിക്കും, അവർക്ക് ജോഗ്രഫിയും അതുപോലെ തന്നെ കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി വരുന്നത്. പിന്നെ എല്ലാ എക്സാം ഫോർനൂൺ ആണ്, അതായത് ഉച്ചക്ക് മുമ്പാണ്, രാവിലെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഡിസംബർ 16 ട്യൂസ്ഡേ സോഷ്യോളജി ആണ് വരുന്നത്. ഡിസംബർ 17 വെനസ്ഡേ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് ചിലർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആവും, ചിലർ പൊളിറ്റിക്സ് ആയിരിക്കും. ഡിസംബർ 18 തേഴ്സ്ഡേ മാത്സ്. ഡിസംബർ 19 ഫ്രൈഡേ ഇംഗ്ലീഷ്. ഡിസംബർ 20 സാറ്റർഡേ സെക്കൻഡ് ലാംഗ്വേജ്. ഡിസംബർ 22 മൺഡേ ഹിസ്റ്ററി. പിന്നെ ബിസിനസ് സ്റ്റഡീസ്. കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ്, ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററി വരുന്നുണ്ട്. ഡിസംബർ 23 ട്യൂസ്ഡേ എക്കണോമിക്സ്. അതോടുകൂടി നമ്മുടെ ക്ലാസ് ക്ലോസ് ചെയ്യും, വെക്കേഷനായി. പിന്നെ ഒരു സബ്ജക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള ആൾക്കാർ, നിങ്ങളുടെ വെക്കേഷൻ കുളമായി എന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് അത്രയും ദിവസങ്ങളുണ്ട്. കുറച്ച് ദിവസം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനായിട്ട് മാറ്റി വെച്ച് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങളുടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കുടുംബം അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പോവാം. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനായിട്ട് അത്രയും ദിവസം മാറ്റി വെക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും മാറ്റി വെക്കണം. പക്ഷെ ആ മാറ്റി വെച്ച ദിവസം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഇന്ന് മുതൽ റെഡി ആയി കഴിഞ്ഞു, സെറ്റ് ആയി കഴിഞ്ഞു. നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ടോപ്പ് ലെവലുള്ള മാർക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ എന്നല്ല, ഒപ്പം നമ്മൾ ഒരുമിച്ച് മുന്നേറും, സെറ്റാക്കും. എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ കൊമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെ മക്കളൊക്കെ സെറ്റായിരിക്കുക, അടിപൊളിയൊക്കെ. ബൈ ബൈ.